ഇന്ന് നമ്മുടെ സെഡ് ബേഗ ഉണ്ട്. സെഡ് ബേഗ ഫുൾ ഇടിച്ചു പൊളിഞ്ഞ് നമ്മൾ പ്രകാശിൻ്റെ സെഡോൺ വണ്ടി എടുത്തു. അത് നമ്മൾ വിറ്റല്ല എക്സ്ചേഞ്ച് കൊടുത്തു നമ്മൾ പുതിയ വണ്ടി സെഡ് ബേഗ എടുത്തു. എന്നിട്ട് ഈ വണ്ടി കുറച്ച് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് നമ്മുടെ വയനാടിൻ്റെ ബസ് ഒക്കെയാണ് ഫസ്റ്റ് നമ്മൾ ഈ ഇത് കഴിയട്ടെ. ഓക്കെ വണ്ടി തുറന്നെടുക്കണം. ഓർമ്മയുടെ കഴിഞ്ഞ പാട്ടിൽ ഇവിടെയാണ് ഔട്ടർ എടുത്തത്. എൻ്റെ ഒന്നോ ഇടിച്ചു, വണ്ടി ഫുള്ള് ഇടിച്ചു, കുളമായി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ നമ്മുടെ ഓറിയോ അല്ലെങ്കിൽ കിറ്റ്കാറ്റ് അങ്ങനത്തെ ഫ്ലേവേഴ്സും കാര്യങ്ങളായിരിക്കും. പക്ഷെ എനിക്കും എന്റെ അപ്പച്ചനും അമ്മച്ചിക്കുണ്ടെങ്കിലും നാച്ചുറൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഫ്ലേവേഴ്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും നമ്മൾ ചക്കയിൽ തന്നെയാണ് തുടങ്ങുന്നത്. നമ്മളന്ന് ചക്ക ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ചക്ക ഐസ്ക്രീം നിർമ്മാണത്തിലെ ആദ്യത്തെ പണി ചക്ക വെട്ടിപ്പൊടിക്കുക അല്ലേ? നല്ല വരിക്ക ചക്ക ഒറ്റ വെട്ടിൽ നമ്മൾ പൊളിച്ചെടുത്തേക്കാണ്. ഭയങ്കരമായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ചക്ക പോയത് കമ്പനിക്ക് നിൽക്കണ്ട, കുരു മുളച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചിമാര് നല്ല വരിക്കച്ചക്ക അവിടെ വെട്ടി പൊളിച്ച് ചോളയായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇത് നമ്മൾ ഇതേ നല്ല കുനുകുന പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാണ്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് 2 രൂപ. അടുത്ത ട്രിപ്പ് വണ്ടി നിർത്തി അപ്പൊ നമ്മൾ ചക്ക ഐസ്ക്രീം ഉണ്ടാക്കുന്നതുകൊണ്ട് ചക്ക നല്ല പുലുവിനായിരിക്കും നമ്മളവിടെ വെച്ചു. അടുത്ത പ്രൊസീജിയർ എന്താ പറയുക? പ്രൊസീജിയറാണ് ഐസ്ക്രീമിലെ ഏറ്റവും മെയിൻ പ്രൊസീജിയർ. നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ട്, ഐസ്ക്രീമിന്റെ പ്രീ മിക്സ്. ഈ മിക്സിലേക്ക് നമ്മൾ ഈ ചക്കയുടെ പഴുപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്യാനാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ പ്രീ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന എന്താണ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് 2-3 പാർട്ടാണ് ലെങ്ത് ആവാൻ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് തീർക്കാൻ നമുക്ക് നോക്കാം. പെട്ടെന്ന് പോവാം. മിക്സ് എടുക്കാണ്. അപ്പൊ നമ്മുടെ ഏജിംഗ് പ്രോസസ് നടക്കുന്ന ഈ ഒരു ചേമ്പറില് ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്? ഓക്കെ, നമ്മളിതില് പാലും അതുപോലെ തന്നെ നല്ല ബട്ടർ, ഫ്രഷ് ക്രീം, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ട് പാസ്ചറൈസ് ചെയ്ത് ഒരു മെഷീൻ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ട് ഹോമോജനൈസേഷൻ പറഞ്ഞ പ്രോസസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് PHC പ്രോസസ് കഴിഞ്ഞിട്ടാണ് ഏജിങ്ങിന് എത്തുന്നത്. ഓക്കെ, ഒരുപാട് പ്രോസസ് കഴിഞ്ഞിട്ടാണ് ഈ ചേമ്പറിലേക്ക് ഏജിങ്ങിന് വേണ്ടി എത്തുന്നത്. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രീമിക്സ് ആണ്. ഇതിനൊരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ നിങ്ങൾ നടക്കുന്നുണ്ടോ? +5 ഡിഗ്രി നമ്മൾ ഇതിനെ ഏജിങ് ചെയ്താലാണ് ഇതിന് കൺസിസ്റ്റൻസി. ഓക്കെ, ഇത് +5 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാം. ഈ ഒരു പ്രൊസീജിയർ ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? 8 മണിക്കൂർ മിനിമം ഏജിങ് ചെയ്താലാണ് കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രീമിക്സ് കഴിഞ്ഞ് അത് ഏജിങ് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ടാപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിപ്പോ എത്ര അപ്പോൾ ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐസ്ക്രീമിന് പ്രീമിക്സുകൾ ഇങ്ങനെ ഒരുപാട് ചേമ്പറുകളായിട്ട് ഇവിടെ ഇങ്ങനെ കറക്കി ആ ഒരു പ്രൊസീജിയറുകൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത പ്രോസസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ പ്രീമിക്സിലേക്ക് ഇനിയിപ്പോ നമ്മുടെ ചക്ക ചേർക്കേണ്ട സമയം. ചേച്ചി നമുക്ക് ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കാം. ഞാൻ ഭയങ്കര പണിയെടുക്കാണെന്ന് വിചാരിച്ചോട്ടെ. കണ്ട, നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ച ചക്കയില്ലേ, അത് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് കേട്ടത്. അത് പൾപ്പാക്കി. ഓക്കെ, അതിനെ മലയാളത്തിൽ ഞാൻ പറഞ്ഞതാണ് ഇളക്കണം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണല്ലേ അത്. ഓക്കെ, നമ്മളിതിൽ വേറെ സെൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒറിജിനൽ പഴുപ്പ് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ചക്ക ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചക്ക അതുകൂടി അടുത്തേക്കൂടി പോയിട്ടാന്ന് പോലും നമുക്കറിയില്ല. നല്ല അടിപൊളി പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് അടുത്തത്? നമ്മൾ ഐസ്ക്രീം ആക്കി മാറ്റണം. ഓക്കെ, ഇതിന്
ഓക്കെ അടിപൊളി ഇതുവരെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ അതിനെ ഐസ്ക്രീമിലേക്ക് മാറ്റും. ഐസ്ക്രീം ആക്കണം മെഷീനാണ് ഇവിടെ അതെ അപ്പൊ ദേ ഇനി ഐസ്ക്രീം ആണ്. അപ്പൊ ആദ്യം നമ്മുടെ ചക്കയുടെ പീസുകൾ കേട്ടോ ഇതിനുള്ളിലേക്ക് ഇട്ടു. ഇനിയിപ്പോ ദേ നമ്മുടെ ഐസ്ക്രീം ഇതിനുള്ളിൽ ഫില്ല് ചെയ്യണ്ട. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് നമ്മൾ ഒരു ലിക്വിഡ് ഫോമിലാണല്ലോ. ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഐസ് ചെയ്ത് വന്നത്? ഇതാണ് കണ്ടിന്യൂസ് പ്ലേസ്. ഓക്കെ ഇതിപ്പോൾ ഐസ്ക്രീമിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ടിന്റെ മിക്സ് ഒക്കെ ഇടുന്നുള്ളൂ. ഓക്കെ പീസസ് ആഡ് കൊടുക്കാം. ഓക്കെ നല്ല ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് ഓക്കെ ഉണ്ടാക്കി വെച്ച പീസസ് ആണ്. ഇതിപ്പോ ഇങ്ങനെ ഈ മെഷീൻ വെച്ച് ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. എന്റെ പൊന്നെ ഇനി നമ്മളുണ്ടാക്കി ചക്ക ഐസ്ക്രീം കഴിച്ചു നോക്കാം. ഞാനും കൂടി ഉണ്ടാക്കിയ ചക്ക ഐസ്ക്രീമാണ്. ഇത് നല്ല അടിപൊളി. ഞാൻ സ്കൂപ്പ് കൊടുത്തു. തേൻ വരിക്കണ ഐസ്ക്രീം പോലെ. മക്കളെ ഇനി ഞാൻ ഉണ്ടാക്കിയൊന്നും അറിയില്ല. കൂടി ആൽമണ്ടയുടെ ഐസ്ക്രീം അല്ലെങ്കിൽ പക്ഷെ ഇതിന് കുറച്ച് മധുരം കൂടുതലാണ് ആൽമണ്ടയ്ക്ക്. കാരണം ജീവനക്കാരുടെ ഐസ്ക്രീമാണ് ചക്ക. സംഭവം രക്ഷയില്ല. ഒക്കെ ഇതിന് കഴിഞ്ഞാൽ മൊത്തം കഴിച്ചെടുക്കും. അതിനുള്ള ടേസ്റ്റ് ഉണ്ട്. സത്യം പറയാല ഇടുക്കാച്ചി കഴിച്ചിട്ടുണ്ട്. മക്കളെ പൊളി കട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നത്. അപ്പൊ നമ്മള് ഒരു ചക്ക ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴൊക്കെ അവിടെ നോക്കി എന്തോരം ഐസ്ക്രീമുകൾ ഉണ്ടാക്കരുത് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത് വേണ്ട നല്ല അടിപൊളി ഫോട്ടോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. പോർച്ചുഗീസ് ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് പോവാട്ടോ. നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഈ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഐസ്ക്രീം നല്ല കട്ട് ചെയ്ത് കിട്ടില്ല അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കോൾഡ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലേവേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ വെട്ടി വെട്ടി കണക്കിന് ഐസ്ക്രീമുകൾ ഇരിക്കുന്നതല്ല. അപ്പോൾ ജിയോമച്ച ഇത് നമ്മുടെ കൂൾ റൂമാണ്. ഇവിടെ നമ്മളതിൽ ഐസ്ക്രീമുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും കപ്പുണ്ട്, കോണുണ്ട്, ബോളുണ്ട്, ആൽമണ്ടൈരിയിലെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ ആൽമണ്ടൈരിന്റെയും ഐസ്ക്രീമിനെയും ഒക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അവർ ഐസ്ക്രീം കമ്പനിയിൽ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റും 100-ലധികം റെസ്ക്യൂകൾ നമ്മുടെ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. അപ്പൊ നോക്കി ഈ ഒരു റാക്ക് നിറയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല 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 ഫ്ലേവറിലുള്ള പല രീതിയിലുള്ള ഐസ്ക്രീംസ് ആണ്. അപ്പോ तो बैठे बैठे पैसा गांव नहीं बेच पाते, गांव पैसा नहीं बेच पाते, खुद जाना पड़ता है। 11 साल में 56 करोड़ से अधिक जन धन बैंक खाते खुले हैं, जिनमें से 67% खाते गांव कस्बों में खुले हैं। बैंक खाता ही नहीं, ये है स्वामी। അങ്ങനെ നല്ല അടിപൊളി ചക്ക ഐസ്ക്രീം ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. അതങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള എന്തായാലും അബൂബക്കർ ബ്രോയുടെ ഐസ്ക്രീം ഫാക്ടറി, ഐസ് പോട്ട്, അതുപോലെ തന്നെ ആൽമണ്ടൈരി, 2 ബ്രാൻഡിന്റെ കൂടിയുള്ള ഔട്ട്ലെറ്റിലാണ് നമ്മൾ വന്നത്. ഫാക്ടറിയിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഒരു യുവ ഒരു സംരംഭകൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നല്ല ടേസ്റ്റ് ഉള്ള, അതും നാച്ചുറൽ ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ പറ്റി. അതായത് ഒറിജിനൽ ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെ നല്ല ഐസ്ക്രീം ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആളുകളുടെ സപ്പോർട്ടും ഞാൻ പറഞ്ഞ നേരത്തെ ഓക്കെ, ഇനി പിന്നെ ഒരുപാട് ആളുകളുടെ ബാക്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ഔട്ട്ലെറ്റ്, ഓരോ ഫ്രാഞ്ചൈസികളും നമ്മുടെ കൂടെ നിന്നതാണ്. നമ്മുടെ
ആദ്യം മച്ചാൻ വിളിച്ചു പറഞ്ഞു നേരെ കൃഷ്ണൻകോട്ട നമ്മുടെ ടോമിസ് ഫിഷ് ഷോപ്പിലേക്ക് വിട്ടോ. അവിടെ മച്ചാൻ സാധനം പിന്നെ അത് നോക്കിയില്ല നേരെ അങ്ങോട്ട് ടോമിച്ചേട്ടാ ഇതാണ് നമ്മുടെ സാധനം. എന്റെ അളിയ എന്താണ് കാണുന്നത്? പൊക്കി പിടിക്കാൻ പറ്റുമോ? പൊക്കിയപ്പോ ഞാൻ വരണ്ടോ കൈക്ക്? എത്ര കിലോ മുതല്? ഒരു 40 കിലോ. 40 കിലോ വരും. 40 കിലോ സാധനം നമ്മൾ ഇതിന് ലക്ഷങ്ങള് വില വരുന്നതാണ്. 2 ലക്ഷം രൂപ എന്റെ പൊന്നോ. അപ്പൊ തോന്നിച്ചൊക്കെ കൊണ്ടുപോയല്ലേ ഇത്? അപ്പൊ സാധനം നമ്മുടെ അടുത്ത് നമ്മൾ കൊണ്ടുവരും. അത്രേ ഉള്ളൂ. എന്താ പെട്ടെന്നോ ഗൈസ് നമ്മൾ സമയം ശ്രദ്ധിച്ചില്ല, നമ്മുടെ സമയമൊക്കെ പോയി. ഇപ്പം കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെത്തിരി നമുക്കൊരു വീടുണ്ട്, അപ്പം വീടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തട്ടെ. അപ്പം നമുക്ക് ഇതാക്കാം, ഇത് വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. ഗൈസ് ഏറ്റവും ലോങ്ങസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു സീരീസിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വീഡിയോ ആണിത്. അപ്പം അപ്കമ്മിങ് ആണ്. ഏറ്റവും എല്ലാവരും വ്യൂസ് എക്സ്പെക്റ്റ് കൂടെ ലൈവ് കാണണം. പക്ഷെ ലൈവ് അല്ല, എക്സ്പെക്റ്റ് കൂടെ വീഡിയോ കാണണം. ഇതാണ് വീഡിയോ. ഈ പൊളി കട്ടിയുള്ള ഷെല്ലുണ്ട. ആഹാ നോക്കി നല്ല സൂപ്പറായിട്ട് നമ്മൾ ചെത്തിയാണ് എടുക്കുന്നത് ഇവിടെ. അതപ്പോൾ ഇവിടെ തുല്യണ്ട ശരിക്കും ഷീറ്റ് പോലെ നമ്മളോട് ചെത്തിയെടുക്കേ. ഓ ഇത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് ചെയ്ത് തീർക്കാൻ പറ്റട്ടെ. സംഭവം നമ്മുടെ തൊലി ചെത്തി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഈ ചെത്ത കഴിഞ്ഞിട്ട് കണ്ടുതരാം. അങ്ങനെ നമ്മുടെ അരാപ്പ കൂട്ടൻ നമുക്ക് ഇങ്ങനെ തൊലിക്ക് തിരിച്ചൊന്നും എടുക്കുള്ളൂ. അങ്ങനെ നമ്മൾ അരാപ്പയിലെ കൂട്ടനെ തൊലിയൊക്കെ നമ്മളത് പൊളിച്ച് മീൻ മാത്രമാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവനെ നമ്മൾ കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുക്കാൻ പോവാണ്. ഓക്കെ നമ്മുടെ അരാപ്പയിലെ കൂട്ടനെ തൊലി ചെത്തിയപ്പോൾ നോക്കിയ സംഭവം ഇത്രയുണ്ട്. നമുക്കൊരു മുണ്ട കുറച്ചെടുക്കാൻ ബാക്കിയുള്ള വലിപ്പത്തിലുള്ള സാധനം കിട്ടിയത്. പക്ഷെ ഇത് ആവശ്യമില്ല. മീറ്റിന്റെ ഉള്ളിലത്തെ കുടലും ബണ്ടൊക്കെ നമുക്ക് മുറിച്ച് കളയാൻ നേരായി. അപ്പൊ വയറ് നമ്മള് കീറി അങ്ങനെ എടുക്കുകയാണെ. അമ്പും നമ്മളെ ഉള്ളിലുള്ള സാധനങ്ങൾ മുട്ടയും സെറ്റപ്പ് ഒക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സ്പോഞ്ച് കൊടുത്ത സംഭവം ഉണ്ട്. അത് നമ്മളെടുത്ത് കാട്ടിക്കളയെ. ആരുടെ ഏത് ഫോൺ? നമ്പർ സേവ് ചെയ്യണേ. വെച്ചിരിക്കുവാ.